രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബരിഅ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് വന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും. അല്ലെ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാം അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളിയോപ്പതി മറിച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിന്റെ ഉള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പിടിച്ചാലും അതന്നെ, ബയറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അതന്നെ, കാളകൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർച്ചമരത്തുമ്പോ കയറുന്ന ഇരിക്കാലിപ്പോത്തിന്റെ അരയിലും അതന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയലാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഞാൻ ബുഖാരി തെളിവുദ്ധരിച്ചിട്ടാണ് മന്ത്രത്തിനെ സമർത്ഥിച്ചത്. എന്നല്ല, ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നത് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മലയാള പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ആ മന്ത്രത്തിനാണ് മന്ത്രം, തന്ത്രം, കന്ത്രം എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ട് കളിയാക്കിയത്. നമുക്ക് തഖ്വ കൂടും. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. ശൈത്താനിൽ നിന്ന് പ്രൊട്ടക്ഷനാണത്. സുബഹി നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും, അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടോ? കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. മഗ്രിബിനും സുബഹിക്കും ശേഷം 3 തവണ ഓതണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ നമസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് അതെന്ത് ചെയ്യണം? അതിൽ പൂർത്തിയാക്കണം. നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്താൽ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ? അല്ലാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല, സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. ഈ മാത്രമുള്ള മുജിതല്ല, നബിക്ക് മുജിതത്തായി ലഭിച്ച കാര്യങ്ങൾ നബിയുടെ സമുദായത്തിലെ സാലിഹ്യങ്ങൾക്ക് കറാമത്തായി ലഭിക്കാം. നബി വായ പൊളിച്ചിട്ട് നനവോടൊന്ന് ഊതി അത് വേറൊന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുജിസത്ത് തുപ്പി കൊടുത്തു. റുഖിയാണ് കേൾക്കുമ്പോഴത്തേന് ആളുകൾ ഇത് വെറുക്കണം. ആരെങ്കിലും സംസ്കാര സമ്പന്നനായ റസൂല് ഒരാളെ തുപ്പല് തുപ്പിക്കൊടുത്തു തുപ്പിന്നല്ല അർത്ഥം. ഡിസ്റ്ററികൾ കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. നനവോടെ ഊതിനാണ്. ഇത് ഒരിക്കൽ എന്നോട് പറയാം, സക്കരിയ എന്റെ പ്രബന്ധത്തില് നനവോടെ ഊതിനാണ്, ശരിക്കും തുപ്പിന്നാണ്. ഞാൻ പിടിക്കുന്ന വെച്ചിട്ടാണ്, എനിക്ക് പിടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഒന്ന് പിടിക്കും കാണട്ടെ, ഒന്ന് പിടിക്കും. തഫലിന്റെ അർത്ഥം ഡിസ്റ്ററി കൊണ്ട് തെളിയിക്കും സക്കരിയ. നഫത്തും തഫലും ഊത്ത് തന്നെയാണ്. നഫത്തിൽ കുറച്ച് തുപ്പലേ ഉണ്ടാവുള്ളൂ, തഫലില് കുറച്ചുകൂടി അധികം തുപ്പലുണ്ടാവും. ആ ചെങ്ങലക്കെട്ട ഭ്രാന്തനെ ചികിത്സിച്ചല്ലേ 3 ദിവസം പാത്തി ഓതിട്ട് അയാൾ പറയാ, ഓതി തീരുമ്പോൾ ഞാൻ എന്റെ തുപ്പൽ ശേഖരിക്കും. ബുസാഖ് എന്ന് പറഞ്ഞ തുപ്പലിന്റെ നൊര ഇങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ തുപ്പുന്നു. അതിന് തുപ്പുക എന്ന് പറയാ, ശരിക്കും ഊതാണത്. തുപ്പിക്കൊടുത്തു റുഖിയെന്ന് വെറുക്കുക. റുഖി എന്തെന്ന് പറയുമ്പോൾ മനസ്സെ കൊണ്ട് തട്ടിച്ചില്ല. ഈ ചെറിയ കാപട്യം കൊണ്ട് നടക്കണം.
എന്തിനാത്? ഒന്നുകിൽ ഉണ്ട് എന്ന് പറയാം. ഇപ്പൊ റുഖിയ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് ചീപ്പായ പരിപാടിയാ. സലാഹി ജിന്നുബാധയേറ്റ ഒരാളെ ഹിഫ്ദുർ റഹ്മാന്റെ അടുത്ത് അയച്ചു. ആ ചികിത്സനെ പറ്റി മൂപ്പർക്ക് അറിയില്ല. ഹിഫ്ദുർ റഹ്മാൻ KNMന്റെ ആളായിരുന്നു. ഹുസൈൻ മടവൂരിന്റെ ആളുകൾക്കും അതുപോലെ ജുബൈർ മങ്കടക്കൊക്കെ മറുപടി കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഇന്ന് ഈ പറയുന്നത് പോലെ KNMമായിട്ടൊരു വ്യക്തമായ ശത്രുത അത് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയതാ. അയാളെ വീട്ടിൽ പോയി അയാളെ ഷൗട്ട് ചെയ്തു, വെല്ലുവിളിച്ചു, അങ്ങനെ പ്രശ്നമായി. അങ്ങനെ അയാൾ പിന്നെ KNMൽ സംസാരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നമ്മളേക്ക് ശരിയാവില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ അടുക്കൽ വന്ന് ഖുർആന്റെ കാസറ്റ് ഇട്ട് കൊടുത്തപ്പോ ഭയങ്കര ബഹളമായി, വയലന്റായി. അപ്പൊ എനിക്കിത് പരിചയമല്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അല്ല KNMന്റെ ആളൊക്കെ തന്നെയാണ്, നിങ്ങൾ പോയി നോക്കി. പക്ഷെ നമ്മളെ പണ്ഡിതന്മാർക്ക് അഭിപ്രായത്തിലല്ല, ചികിത്സാ രീതിയാണിത്. ഗൾഫിലൊക്കെ ചികിത്സ ഉണ്ട്, എനിക്കറിഞ്ഞൂടാന്ന്. ഞാനെ പഠിച്ചിട്ടില്ല, അത്ര എനിക്കറിയുള്ളൂ. എന്നിട്ട് പറയാണ് അങ്ങനെ ഹിഫ്ദുർ റഹ്മാൻ കേൾക്കാൻ പാടുള്ളൂ, ഒരു മുവഹിദ് ചെയ്യോ? അനസമൗലി ചെയ്യണ്ടെങ്കിൽ ഞാൻ മൂപ്പരടുത്ത് കേൾക്കും. മൂപ്പര് സുബൈർ ഡോക്ടറെയും കൊണ്ട് എവിടേക്കൊക്കെ പോയിട്ടുണ്ട് ചികിത്സിക്കാൻ. അനസമൗലിയെ പോയിട്ടില്ലേ? നിങ്ങള് കൊണ്ടുപോയിട്ടില്ലേ? നൂർച്ചൊക്കെ കണ്ടിട്ടില്ലേ? ഞങ്ങളൊന്ന് പറയാൻ തുടങ്ങിയുണ്ടല്ലോ, ഞങ്ങൾക്ക് അതൊന്നും പറയേണ്ട വിഷയം, ഞങ്ങളൊന്ന് പറയിപ്പിക്കുന്നത് ഞങ്ങളെ കൊണ്ട്. അപ്പൊ ഞങ്ങൾക്കൊക്കെ പറയാനറിയാം. ഇതൊക്കെ ചില ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരാളെ ചികിത്സിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. തന്നെ 2009 എനിക്കൊരു നടപടി ഉണ്ടായപ്പോ AP അടുത്ത് ഈ പരാതി വന്നപ്പോ ഞാൻ ചോദിച്ചു, സർ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ടിട്ട് മുജാഹിദായ ഒരു കുട്ടിയാണ്, ഇവൻ ചെറുപ്പത്തിൽ മദ്രസയ്ക്ക് പോകുമ്പോ അമ്പലത്തിന്റെ അവിടുന്ന് പേടിച്ചിട്ട് ഓന്റെ വീട്ടിൽ നൂലും മന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. മുജാഹിദ് ആശിഷ് അവനെ എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പൊ അവര് വീണ്ടും ശല്യം തുടങ്ങി. ഇങ്ങനെയുള്ള നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്ന ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായ സർ ഞാൻ ഈ കുട്ടിനെ എവിടെ കേൾക്കും? നമ്പൂരിലെടുത്ത് കേൾക്കാൻ പറ്റോ? തങ്ങളെടുത്ത് കേൾക്കാൻ പറ്റോ? തമ്പുരാനെടുത്ത് കേൾക്കാൻ പറ്റോ? പറയണം നിങ്ങൾ മറുപടി. റുഖിയ റുഖിയ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. പിന്നെ ഇല്ലാത്തതായി പറയണേ. നബിന്റെ കാലത്ത് റുഖിയ ഉണ്ടായിരുന്നാണോ ഈ പറയുന്നത്? റുഖിയ എന്തെന്ന് പറയാൻ ചികിത്സിക്കാൻ പാടില്ല. എന്നാ പിന്നെ എന്തിനാണ് പറഞ്ഞത്? ഹുസൈൻ മടവൂരിന്റെ ആളുകളെ പോലെ ഹുസൈൻ മടവൂർ പറഞ്ഞില്ലേ, ചികിത്സിക്കാത്രത്തോളം കാലം ഉണ്ടായിരിക്കലാ നല്ലത്. എന്നാ ഉണ്ടായിരിക്കൂടല്ലോ. ഇതാണ് നിങ്ങളെ പണി, ആശയക്കുഴപ്പമുണ്ടാക്കുക. ജിന്നുബാധ ഉണ്ട്, പക്ഷെ റുഖിയ പാടില്ല എന്നെല്ലാം അറിഞ്ഞൂടെ? അപ്പൊ റുഖിയുണ്ട്. റുഖിയയുടെ വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ ഒരാൾ റുഖിയയിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതിന്റെ പേരിൽ അയാൾ ഇസ്ലാമിൽ നിങ്ങൾ പുറത്താക്കും വേണ്ട. അതേ ഉള്ളൂ വിഷയം. മസ്അലകളിലുള്ള തർക്കമാണ് അല്ലേ? എന്തൊരു ബഹളറിയുന്നിട്ട് ഹിഫ്ദുർ റഹ്മാന്റെ അടുത്ത് അയച്ചു. ഞാനത് AP-നോട് പറഞ്ഞു. പിന്നെ പെങ്ങളോട് എത്ര വലിയ മടി. AP-നോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടി എങ്ങോട്ട് അയക്കണം നിങ്ങൾ പറഞ്ഞു തരും. TP-നോട് ചോദിച്ചു, തൗഹീദുള്ള കുട്ടിക്ക് ഇങ്ങനെ വന്ന എവിടുത്ത് പറഞ്ഞേക്കണം? മറുപടി കിട്ടിയിട്ടില്ല. മറുപടി എന്നിട്ട് ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതൊക്കെ. ഞങ്ങൾക്ക് അതിലൊന്നൊരു മടിയില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാടെന്താണ് വ്യക്തമാണ്. ഖുർആനിലും സഹീഹായ ഹദീസിലും ഉള്ളത് ലോകത്തോന്നിയുള്ള സലഫി പണ്ഡിതന്മാർ പറയുന്നത് പോലെ പറയാനും പ്രചരിപ്പിക്കാനും യാതൊരു സങ്കോചവും ലജ്ജയില്ലാത്തവരാണ് ഞങ്ങൾ.